സാഖ്യമായിട്ടാണ് ആ കൊച്ചവിടുന്ന് പോയിരിക്കുന്നതേ. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാം, അതിന് ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. ആ തള്ളയാണെങ്കിലോ അതുപോലെ തന്നെയാണ് അപ്പോഴിട്ട് ജോലിക്ക് ചെയ്യുന്നത്. നേരം വെളുക്കുമ്പോൾ അപ്പോഴ് കയറുന്ന ആ ജോലിക്ക്, എന്നാലും കൊടുത്തിരിക്കും ജോലി. ഒരു സമയം അതിനെ വെറുതെ ഇരുത്തത്തില്ല. പിന്നെ അവൻ്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. അവൻ്റെ ഉമ്മ പറയുന്നതാണ് അവനിക്ക് മുഖ്യം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വന്ന് കയറുമ്പം തന്നെ എന്നുള്ള കള്ളക്കരച്ചിലൊക്കെ തുടങ്ങുമെന്ന് ഈ പെണ്ണെ പറ്റി. ഇവളെ ഏതാണ്ട് ദ്രോഹം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അത് പിന്നെ അത് എതിർത്ത് സംസാരിക്കാനുള്ളൊരു കഴിവ് ആ പെണ്ണിനില്ലായിരുന്നു. പിന്നെ വേറൊരു സാധനം കൂടെ വരും ഇവിടെ. ഈ തള്ളയുടെ ഒരു അനിയത്തി, അത് കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, അതിങ്ങനെ പാറിപ്പറന്ന് നടക്കുക. അതും വരും ഇവിടെ ഭരിക്കാനായിട്ട്. ഇവ രണ്ടുപേരും കൂടെ അങ്ങ് തുടങ്ങും ആ പെണ്ണിനെ. ചില്ലറ എല്ലാ കൊച്ചിനോട് പോരെടുത്തിരിക്കുന്നു. പാവം ഒരു കൊച്ചായിരുന്നു, പാവം വീട്ടിലൊരു പെൺകൊച്ചായിരുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആ കൊച്ച് ജീവിതം എടുത്ത് ഇവിടുന്ന് സഹിയായിട്ട് പോയത്. സ്വന്തം വീട്ടിലാണെങ്കിലും കഞ്ഞിയാണെങ്കിലും സന്തോഷത്തോടെ കൊച്ചവിടെ കഴിയുമല്ലോ, അതന്നെ സമാധാനം. എത്ര കല്യാണാലോചന വന്നേന്നറിയോ എനിക്ക്. ഉള്ള കാര്യം പറയില്ല മോളെ, ഇവിടെ വന്ന് പരിസരം നിൽക്കുമ്പോൾ ഞങ്ങളുള്ള കാര്യം പറയുമായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 2-3 കാരണം വേറൊരു പെൺകൊച്ചിൻ്റെ കരച്ചിൽ കാണാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു. പക്ഷെ ഇത് ആരോടും നിരക്കാതെ രഹസ്യമായിട്ട് എങ്ങനെയൊക്കെ നടത്തിയതാണ് നിങ്ങളുടെ ഈ കല്യാണം. അവിടെ ഇത്തായിക്ക് പറയുന്നതേ ഉള്ളൂ, മോള് കണ്ടു അറിഞ്ഞും കേട്ടും ഒക്കെ നിൽക്കുക, അല്ലെങ്കിൽ മോൾക്ക് ആ പെണ്ണിൻ്റെ ഗതി വരും. അതുകൊണ്ട് മോളത് മനസ്സിലാക്കി ഈ തള്ളയും അനിയത്തിയെയും മോടെ കെട്ടിയവനും ഒക്കെ വരെ നിർത്തിയ മോക്കോടെ ജീവിക്കാം. അതല്ല മിണ്ടാപ്പൂച്ച പോലെ ഇരിക്കുവാണെങ്കിൽ ആ പെണ്ണിൻ്റെ അതേ ഗതി വരുത്തുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്.